ഇപ്പോൾ അമിത്ഷാ വരാൻ പോകുന്നുണ്ട്. ഈ BJP മൊത്തത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞോ? ഞങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരു വർഷക്കാലം ഞങ്ങൾ മിഷൻ 2025 എന്നുള്ള രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. ഇപ്പോൾ മിഷൻ 2026 എന്നുള്ള നിലയിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കേരളം മുഴുവൻ ഞങ്ങളുടെ മിഷനറി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ മിഷനറിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കുക, അതിനായിട്ട് വഴിമാറ്റുക എന്നത് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചോളുള്ളൂ. ഈ താങ്കൾ മലമ്പുഴ പലതവണ മത്സരിച്ചിട്ടുണ്ട്, ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മണ്ഡലത്തിലായിരിക്കും ഇത്തവണ? അല്ല, പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്. ഞങ്ങളുടെ സെൻട്രൽ പാർലമെൻ്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക. പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഞാൻ ബൂത്ത് തൊട്ട് പ്രവർത്തിച്ചു വന്ന ഒരു പ്രവർത്തകനാണ്. അപ്പോൾ പാർട്ടി നിശ്ചയിക്കുന്ന ചുമതല അത് കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രനെ പോലുള്ള ഒരു സംസ്ഥാന മുൻ അധ്യക്ഷനെ ഈ പാലക്കാട് ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, പാർട്ടിയെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 35-36 നിയോജക മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 35,000-ലധികം വോട്ടുകൾ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. അതായത് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ആരാണ് അവിടെ ഏത് പ്രദേശത്തെ ആള് എന്നൊന്നും പരിഗണിക്കില്ല, വിജയസാധ്യത പരിഗണിച്ച് എത്ര വലിയ നേതാവും ആകാം. അതെ, വിജയസാധ്യതയാണ് ഇതിൽ പ്രധാന ഘടകം. ആർക്കാണ് വിജയിക്കാൻ കഴിയുക, പാർട്ടിയെ കേരളത്തിലെ നിയമസഭയിൽ പാർട്ടിയുടെ അക്കൗണ്ട് തുറക്കാനും പാർട്ടിയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ആ മണ്ഡലത്തിന് ആർക്കാ കഴിയുക അവരെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കാറുള്ള നിലപാട്.